ഒരു ടീച്ചിങ് ഫിലോസഫി ഉണ്ട്. ഇതിനൊരു ടീച്ചിങ് ഫിലോസഫി ഉണ്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അത് നമ്മൾ റിവേഴ്സിലോട്ട് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈ ഇൻട്രസ്റ്റ് ഒരു കാര്യമാണ് ഇന്റേണൽ ടീച്ചർ. അപ്പൊ നമ്മുടെ ഇന്റേണൽ ടീച്ചറിനെ നിന്നപ്പം നമ്മൾ അവർക്ക് നമ്മൾ ഇന്നിവിടെ PGM-നാണുള്ളത്. എൻ്റെ കൂടെ PGM-ന്റെ ഫൗണ്ടർ ആൻഡ് ചീഫ് ട്രെയിനർ ആയിട്ടുള്ള ശ്രീകാന്ത് സാർ ആണുള്ളത്. ഹായ് സർ. ഹായ് ബിമൽ, നൈസ് ടു ഹാവ് യു വിത്ത് us. PGM അഥവാ പോസിറ്റീവ് ജനറേഷൻ മൂവ്മെന്റ് ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള സ്കൂൾ സ്റ്റുഡൻസിനെ സ്കിൽ, കോൺഫിഡൻസ്, ക്യാരക്ടർ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ട്രെയിനിങ് സെന്ററാണ്. അപ്പോൾ PGM-ന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ശ്രീകാന്ത് സർ എഴുതിയിരിക്കുന്ന ബുക്കാണ്. അപ്പോൾ ഈ ബുക്ക് ലേമൻസ് ലാംഗ്വേജിൽ ഈസിലി നമുക്ക് സാറിനെ കൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യിപ്പിക്കാം. സർ, ആർ യു റെഡി? Okay. All right, Bimal. Anyway, I'm happy to have you with us. And again, Bimal ഞാൻ മനസ്സിലാക്കിടത്തോളം താങ്കൾ ഒരു മീഡിയ പ്രൊഫഷണലാണ്, ഒരുപാട് പേരെ മെന്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻ എ വേ താങ്കൾ ഒരു ടീച്ചറാണ്. അപ്പൊ താങ്കൾക്ക് ഇതൊരു പക്ഷെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. നമുക്കൊരു ലേമാൻസ് ലാംഗ്വേജിൽ നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടി ഇതൊന്ന് ക്രാക്ക് ചെയ്ത് നോക്കാം. അപ്പം ഗോൾഡൻ മൊമെന്റ് ടീച്ചിങ് തിയറി. അപ്പൊ ഈ തിയറി പറയുന്നത് ഗോൾഡൻ മൊമെന്റ് ടീച്ചിങ്ങിൽ ഒരു ഗോൾഡൻ മൊമെന്റ് ഉണ്ട്, അതെപ്പോഴാണ്, അത് എന്തിനാണ് എന്നാണ് ഈ തിയറി ബിലീവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഒരു കാര്യം തന്നെ തിയറി പ്രപ്പോസ് ചെയ്യുന്നത് എല്ലാ ടീച്ചറിനും ഒരു ടീച്ചിങ് ഫിലോസഫി വേണമെന്നാണ്. അതൊരു ടീച്ചിങ് ഫിലോസഫി എന്തിനാണ് ഞാൻ പഠിപ്പിക്കുന്നത്, എങ്ങനെ ഞാൻ പഠിപ്പിക്കണം, എന്താണ് എൻ്റെ ഒരു ലാർജർ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഒരു സർഫേസ് ലെവലിലുള്ള ഒരു ഇൻറ്റൻഷൻ അല്ല, ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ എന്തിനാണ് ഞാൻ ഇത് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു വലിയ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ഒരു ടീച്ചിങ് ഫിലോസഫി എന്ന് പറയുന്നത്. അത് എല്ലാ ടീച്ചറിനും വേണമെന്നാണ് ഈ തിയറി ബിലീവ് ചെയ്യുന്നത്. ഈ തിയറിക്കും ഒരു ടീച്ചിങ് ഫിലോസഫി ഉണ്ട്, ഇതിനൊരു ടീച്ചിങ് ഫിലോസഫി ഉണ്ട്. ഈ തിയറിയുടെ ടീച്ചിങ് ഫിലോസഫി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇന്റേണൽ ടീച്ചർ, എനിക്ക് തന്നെ ഒരു ഇന്റേണൽ ടീച്ചർ ഉണ്ട്, എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്യൂരിയോസിറ്റി ടീച്ചറുണ്ട്. നമ്മുടെ ഉള്ളിൽ ഇന്റേണൽ ടീച്ചർ എന്ന് പറയും. നമ്മൾ കോയിൻ ചെയ്തൊരു വേർഡല്ല, അത് വളരെ പോപ്പുലർ ആയിട്ട് പണ്ട് കാലം മുതലേ പറയുന്ന ഒരു കാര്യമാണ് ഇന്റേണൽ ടീച്ചർ. അപ്പൊ നമ്മുടെ ഇന്റേണൽ ടീച്ചറിനെ അവൈക്കൻ ചെയ്യണം ഒരു എക്സ്റ്റേണൽ ടീച്ചർ. നമ്മുടെ ഉള്ളിലുള്ള ഒരു ക്യൂരിയസ് ലേണിംഗ്, അതെ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു ടീച്ചർ എന്നാണെങ്കിൽ പറയാം, അങ്ങനെ പറയാം. അതുപോലെ തന്നെ ഞാനൊരു എക്സ്റ്റേണൽ ടീച്ചറാണ്. വിമൽ ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ താങ്കൾ ഒരു എക്സ്റ്റേണൽ ടീച്ചറാണ്. അതെ. അപ്പൊ താൻ ആ കുട്ടിയുടെ ഉള്ളിനകത്തുള്ള ആ ഇന്റേണൽ ടീച്ചറിനെ ആക്ടിവേറ്റ് ചെയ്യണം, അതാണ് തന്റെ റോൾ. ഗോൾഡൻ മൊമെന്റ് ടീച്ചിങ് തിയറി ബിലീവ് ചെയ്യുന്നത് ഞാനൊരു എക്സ്റ്റേണൽ ടീച്ചർ ആയിരിക്കുമ്പം എൻ്റെ ഒരു ടീച്ചിങ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടിയുടെ, അതായത് ഇപ്പൊ ബിമലിനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്, എൻ്റെ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ലാർജർ ഒരു ഇൻട്രസ്റ്റ് എന്നുള്ളത് ഈ താങ്കളുടെ അകത്തുള്ള ആ ഒരു ഇന്റേണൽ ടീച്ചറിനെ എങ്ങനെ അവേക്കൻ ചെയ്യണം, ആക്ടിവേറ്റ് ചെയ്യണം, താങ്കളെ എങ്ങനെ സെൽഫ് ഡ്രിവൺ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, ഞാൻ പുഷ് ചെയ്യാതെ താങ്കൾ തന്നെ സെൽഫ് ഡ്രിവൺ ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഈ തിയറി ബിലീവ് ചെയ്യുന്നത്. അതിനെയാണ് ഈ തിയറിയുടെ ഒരു ടീച്ചിങ് ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് 3 സ്റ്റെപ്പായിട്ടാണ് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ 3 സ്റ്റെപ്പിന്റെ ഈ ആദ്യത്തെ 2 സ്റ്റെപ്പിനെ നമ്മൾ ഇമോഷണൽ എൻഗേജ്മെന്റ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇന്റലക്ച്വൽ എൻഗേജ്മെന്റ് ആണ്. അതുപോലെ ഈ ആദ്യത്തെ 2 സ്റ്റെപ്പിനെ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു. ഇൻട്രസ്റ്റിൽ നിന്നാണ് നമ്മൾ എൻക്വയറി വളർത്തുന്നത്, അല്ലെങ്കിൽ എൻക്വയറിയിലോട്ട് നമ്മൾ ട്രാൻസിഷൻ ചെയ്യുന്നത്. അതാണ് ഈ തിയറിയുടെ ഒരു സ്ട്രക്ചർ. ഈ കാണുന്നതാണ് നമ്മളൊരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഈ തിയറിയുടെ. ഓൾറൈറ്റ്. അതുപോലെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇമോഷണൽ സെക്യൂരിറ്റിയാണ്. ഒരു ടീച്ചർ ഫസ്റ്റ് ചെയ്യാനുള്ളത് ഒരു കുട്ടിക്ക് ഒരു ഇമോഷണൽ സെക്യൂർ ആയിട്ടുള്ള എൻവയറമെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ കുറെ കുട്ടികൾ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചോളൂ, ഞാൻ വളരെ ദേഷ്യത്തിൽ വന്ന് കയറുകയാണ്. അത് ചിലപ്പം സർഫേസ് ലെവലിൽ കാണണമെന്നില്ല, കാണുമ്പോൾ ഞാൻ ഭയങ്കര ദേഷ്യമൊന്നും ആവണമെന്നില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ ദേഷ്യമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനോടുള്ള ഒരു ഫ്രസ്ട്രേഷനാണ്, അതൊരു നെഗറ്റീവ് ലോവർ ഇമോഷനാണ്. ആ ഇമോഷൻ കുട്ടികൾക്ക് പെട്ടെന്ന് പുറമെ ഉള്ള ഒരാൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും കുട്ടികൾക്കത് ആ ക്ലാസ് റൂമിന്റെ ഡൈനാമിക്സ് പെട്ടെന്ന് അത് ഷേപ്പ് ചെയ്യുകയും അവർക്കത് മനസ്സിലാവും ഈ ടീച്ചർ ഏതൊരു ഇമോഷണൽ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പം ആ കുട്ടിയിൽ അതൊരു ഇമോഷൻ ഷേപ്പ് ചെയ്യും. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു ഒരു ആങ്കർ എന്നുള്ള ഇമോഷൻ കൊണ്ടുവരുമ്പം കുട്ടിയുടെ ഉള്ളിൽ വരുന്നത് ആങ്കർ അല്ല, കുട്ടിയുടെ ഉള്ളിൽ ഫിയർ ആണ്. അപ്പൊ അവർക്ക് ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരെ ഒരുപക്ഷെ മടിയായേക്കാം. യെസ്. അപ്പൊ അവർ ഇമോഷണലി സെക്യൂർ അല്ലാത്തൊരു എൻവയറമെന്റ് ആണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. അപ്പൊ അത് എന്ത് ബിഹേവിയർ ഷേപ്പ് ചെയ്യും, അവിടെ ബിഹേവിയർ ചെയ്യുന്ന ഷേപ്പ് കുട്ടി വിഡ്രോൺ ആവുകയും
ബാക്കിലോട്ട് ഉൾവലിയുകയും വിഡ്രോൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് പോയിട്ട് ഓക്കെ ഇതാണ് ഒരു സേഫർ പ്ലേസ്, അവിടെ ഇരിക്കാം. അല്ലെങ്കിൽ ഞാൻ ഫിസിക്കലി അവിടെ ഇരുന്നില്ലെങ്കിലും എൻ്റെ ഒരു തിങ്കിങ് ഞാൻ ഇവിടെ വെക്കാം, അതായിരിക്കും എനിക്ക് സേഫ് എന്നുള്ളൊരു ബിഹേവിയറിലോട്ട് പോകും. അതേസമയം ഒരു ടീച്ചർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് വരുന്നത്, അതും സർഫേസ് ലെവലിൽ മുഖത്തോ ഒന്നും കാണണമെന്നില്ല, ടീച്ചർ ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പൊ ടീച്ചർ എന്ത് സംഭവിക്കും, അവിടെ കുട്ടികൾക്ക് വരുമ്പോൾ കുട്ടികൾ ഏത് ഇമോഷനാണ് വരുന്നതെന്ന് ചോദിച്ചാൽ കുട്ടികൾ ആൻഷ്യസ് ആയി മാറുകയാണ്. ഇതിനി അടുത്ത് എന്താകും, ഈ ടീച്ചർ എന്ത് ചെയ്യും. അപ്പൊ അങ്ങനെ ഇവിടെ ഒരു നെഗറ്റീവ് ഇമോഷൻ വരുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഇമോഷനാണ് ഷേപ്പ് ആവുന്നത്. അതേ ഇമോഷൻ ആവണമെന്നില്ല. ടീച്ചർ കൊണ്ടുവരുന്നത് ദേഷ്യമാണെങ്കിൽ കുട്ടികളുടെ അടുത്ത് ദേഷ്യമാവണമെന്നില്ല. ടീച്ചർ കൊണ്ടുവരുന്ന ദേഷ്യമാണെങ്കിൽ കുട്ടികൾക്ക് പേടിയായിരിക്കും. രണ്ടും ഒരു നെഗറ്റീവ് ഇമോഷനാണ്. ടീച്ചർ കൊണ്ടുവന്ന ഒരു ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് ആങ്സൈറ്റി ആയിരിക്കും എന്നുള്ളത്. അതും ക്ലാസ് റൂമിന്റെ ഡൈനാമിക്സിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ ടീച്ചർ കൊണ്ടുവരുന്നത് നല്ലൊരു ചിയർഫുൾ ഹാപ്പി എൻവയറമെന്റ് ആണ്. അത് എപ്പോഴും മുഖത്ത് കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ടീച്ചർ അത്ര ലൈവ്ലി ആയിട്ട് ഡാൻസ് കളിച്ചോ പാട്ട് പാടിയോ അങ്ങനെ വേണമെന്നില്ല. പക്ഷെ ടീച്ചറിന്റെ ആ ഒരു എന്ത് ഇമോഷനാണോ ടീച്ചർ ക്യാരി ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും കുട്ടികൾ ഒരു കുറച്ചു നേരം കൊണ്ട് തന്നെ അവർക്കത് മനസ്സിലാവും. ഇതെല്ലാം ഒരു സബ് കോൺഷ്യസ് ലെവലിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓവറോൾ ക്ലാസ്സിൽ തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ്. അത് നമുക്കൊരു പക്ഷെ ഒരു ഭയങ്കര ഒരു ആക്റ്റീവായിട്ട് ഒരു ഹൈപ്പർ ആക്റ്റീവായിട്ട് ഒരു ഇന്റർനെറ്റ് ട്രെൻഡ് പോലെ അങ്ങനെ കാണണമെന്നില്ല. അങ്ങനെ കാണണമെന്നില്ല. അല്ലാതെ തന്നെ കുട്ടികൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ പറ്റും ടീച്ചർ ഏത് ഇമോഷനാണ് ക്യാരി ചെയ്യുന്നത്. ടീച്ചർ ഇമോഷൻ ക്യാരി ചെയ്യുന്നത് ഇവിടെ വളരെ ഒരു വാമും ഒരു സപ്പോർട്ടീവ് ഇമോഷനാണ് അവർ കൊണ്ടുവരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളും അതുപോലെ തന്നെ അത് റിഫ്ലക്ട് ചെയ്യുകയും കുട്ടികൾ ലേണിങ്ങിനകത്തൊരു ഓപ്പണും അവർ ട്രൈ ചെയ്യാനും അവർക്ക് ഫീൽ ആവാനും അതാണ് ക്ലാസ് റൂമിന്റെ ഉദ്ദേശം. അതിനുവേണ്ടി അവർ റെഡിയാവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇമോഷണൽ സെക്യൂരിറ്റിയാണ് ഒരു ടീച്ചറിന് കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു പൈലറ്റ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. അത് പാസ്സായിട്ട് അദ്ദേഹത്തിന് കോക്പിറ്റിനകത്തോട്ട് ചെന്ന് കയറി ഫ്ലൈറ്റ് കമാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ പോകുന്നതിന് മുമ്പേ ഈ തിയറി ബിലീവ് ചെയ്യുന്നത് ടീച്ചർ ഒരു സെൽഫ് അസസ്മെന്റ് ചെയ്യണം. ഒരു എക്സ്റ്റേണൽ ബോഡി വന്ന് അസസ് ചെയ്യണമെന്നല്ല, ഒരു സെൽഫ് അസസ്മെന്റ്. ഞാൻ തന്നെ നോക്കണം ഞാൻ ഏത് ഇമോഷനാണ് ക്യാരി ചെയ്യുന്നത്, ഞാൻ ക്യാരി ചെയ്യുന്ന ഇമോഷൻ എന്ത് ഇമോഷൻ കുട്ടികളിൽ ഉണ്ടാക്കും, അതെന്ത് ബിഹേവിയർ ഉണ്ടാക്കും എന്ന് ടീച്ചർ ഒന്ന് സെൽഫ് അവെയർ ആയിരിക്കണം. കാരണം നമുക്ക് എല്ലാവർക്കും എല്ലാ ഇമോഷൻസും കടന്നു പോകും. ഒരു ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പേ ഹാർഡ്ലി ഇറ്റ് ടേക്സ് 2 seconds. ഞാൻ ഏത് ഇമോഷനാണ് ക്യാരി ചെയ്യുന്നത്, ഞാൻ കാമാണോ, ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണോ, ഞാൻ ദേഷ്യത്തിലാണോ, ശരി ദേഷ്യത്തിലാണ്, ഞാൻ ഒന്ന് റെഗുലേറ്റ് ചെയ്യട്ടെ. ഞാനൊരു ഫാനിന്റെ റെഗുലേറ്റർ കറക്കി മാറ്റുന്നത് പോലെ ഞാനൊന്ന് റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കട്ടെ. ഓക്കെ ശരി, എന്നിട്ടും എനിക്കിത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ശരി, ഇത് കുട്ടികൾക്ക് ഇമ്പാക്റ്റ് ആവാതെ ഞാനത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? വേണമെങ്കിൽ ഒരു 5 minutes വേണമെങ്കിൽ ഞാൻ അവെയർ ആകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഏത് ഇമോഷനാണ് ഡോമിനേറ്റിംഗ് ആയി നിൽക്കുന്നതെന്ന് അവെയർ ആകുമ്പോൾ തന്നെ ഞാൻ ഏറെക്കുറെ ആ ഇമോഷനെ ഞാൻ ഒരു ടാക്കിൾ ചെയ്തെന്ന് വേണം പറയാൻ. നെഗറ്റീവ് ഇമോഷനാണ് ഞാൻ ടാക്കിൾ ചെയ്ത്, ഞാൻ ദേഷ്യത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ തന്നെ ഞാൻ ഏറെക്കുറെ അത് നമ്മുടെ കൺട്രോൾ ആവുന്ന പോലെ എന്ന് തന്നെ പറയാം. അവയർനെസ് എന്ന് പറയും, ഇമോഷണൽ അവയർനെസ്. ഈ ഇമോഷനാണ് ഞാൻ ക്യാരി ചെയ്യുന്നത്. അപ്പം ഈ തിയറി ഫസ്റ്റ് ബിലീവ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ടീച്ചർ ക്ലാസ്സിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നതിന് മുമ്പേ സെൽഫായിട്ട് എന്ത് ഇമോഷനാണ് ക്യാരി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും വെരി ഗുഡ് ചെയ്യണം. വെരി ഗുഡ്. അതായത് ഞാൻ ഏത് ഇമോഷനാണ് ക്യാരി ചെയ്യുന്നത്, ഞാൻ പോസിറ്റീവ് ഇമോഷൻ ആണോ, അത് കുട്ടികളിൽ എന്ത് ഇമോഷൻ ക്രിയേറ്റ് ചെയ്യും, അത് എന്ത് ബിഹേവിയർ കൊണ്ടുവരും, അതെങ്ങനെ അവരുടെ ലേണിങ്ങിനെ അഫക്ട് ചെയ്യും. തീർച്ചയായിട്ടും അതിനാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കണക്കാക്കുന്നത് ഇമോഷണൽ സെക്യൂരിറ്റി എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ജോയ്ഫുൾ ടീച്ചിങ്ങിനകത്തോട്ടാണ് വരുന്നത്. ഇപ്പം ടീച്ചിങ് നമുക്ക് പല രീതിയിൽ, അതായത് നമ്മൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ഇപ്പം നമുക്ക് മൂവ്മെൻറ്റ് ബേസ്ഡ് ലേണിംഗ്, എൻക്വയറി ബേസ്ഡ് ലേണിംഗ്, പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്, ഏത് രീതിയിൽ നമ്മൾ ലേണിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. ഏത് ലേണിങ്ങിൽ ചെയ്താലും നമ്മളവിടെ ജോയ്ഫുള്ളായിട്ട് കുട്ടികൾക്ക് എങ്ങനെ അത് ചെയ്യാം എന്നുള്ളൊരു ലുക്കൗട്ട് ആയിരിക്കണം നമ്മൾ ടീച്ചർ എപ്പോഴും ചിന്തിക്കാറുള്ളത്. അതായത് ജോയ്ഫുൾ എന്ന് പറയുമ്പോൾ അത് ഒരു ഇന്റർനെറ്റ് ട്രെൻഡ്, ഇപ്പോൾ ഒരുപാട് ഇന്റർനെറ്റ് ട്രെൻഡ് നമ്മൾ കാണാറുണ്ട്, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ആവണമെന്നില്ല. കുട്ടികൾ അത് ജോയ്ഫുൾ ആയിട്ട് ചെയ്യണം. അതായിരിക്കണം ടീച്ചറുടെ ലുക്കൗട്ട്. അതേസമയം നമുക്ക് ഈ പറയുന്ന എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയാലും എൻക്വയറി ബേസ്ഡ് ലേണിംഗ് ആയാലും ഇപ്പം മൂവ്മെന്റ് ബേസ്ഡ് ലേണിംഗ് ആയാലും ഏത് ലേണിംഗ് സ്റ്റൈൽ ആണെങ്കിലും നമുക്ക് ജോയ്ഫുൾ അല്ലാതെയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, സ്ട്രെയിൻ ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇമോഷണൽ സെക്യൂരിറ്റി, ഈ ഒരു സ്റ്റെപ്പ് തന്നെ, ഈ സ്റ്റെപ്പ് നമ്മൾ സക്സസ്ഫുള്ളി കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഏത് ലേണിംഗ് സ്റ്റൈൽ കൊണ്ടുവന്നാലും അത് ജോയ്ഫുൾ ആവില്ല. ഓക്കെ സോ ഇത് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോയ്ഫുൾ എന്നൊരു രീതിയിൽ ലേണിംഗ് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. യെസ്,
കാരണം ഇമോഷണൽ സെക്യൂരിറ്റി ഇല്ലാതെ ഇപ്പൊ ഫിയർ ആണ് ഞാൻ കൊണ്ടുവന്നത്. ഞാൻ ഒരു ടീച്ചറാണ് വിമലിന്റെ. ഞാൻ വളരെ ഗൗരവമായിട്ട് വിമലിന്റെ അടുത്ത് വന്നിട്ട്, വിമൽ ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് യു, ഓക്കെ ശരി, നിങ്ങളൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ചെയ്യും, അല്ലെങ്കിൽ ഒരു എൻക്വയറി ബേസ്ഡ് ലേണിംഗ് ചെയ്യും, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ചെയ്യും, ബുക്ക്ലെസ് ലേണിംഗ് ചെയ്യും, ഗെയിമിഫൈഡ് ലേണിംഗ് ചെയ്യും. ഏത് ചെയ്താലും ഈ ഇമോഷണൽ സെക്യൂരിറ്റി എന്നുള്ള ബേസ് ഇല്ലാതെ വിമലിന് ഒരിക്കലും അതൊരു ജോയ്ഫുൾ ലേണിങ്ങിനകത്തോട്ട്, താങ്കൾ ചെയ്യുമ്പോൾ അത് ലേണിംഗ് ആണ്, ലേണിങ്ങിനകത്തോട്ട് പോകാൻ പറ്റില്ല. കാരണം താങ്കളുടെ ഇമോഷൻസ് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കത്തില്ല. അപ്പൊ അവിടാണ് ഈ ഇമോഷണൽ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ്. ഇത് സ്റ്റെപ്പ് കറക്റ്റായിട്ട് നമ്മൾ കോൺഷ്യസ് ആകുമ്പോൾ തന്നെ ഇത് നമുക്ക് ലൈനിൽ ട്രാക്കിൽ കിട്ടും. മനസ്സിലായില്ലേ? അതാണ് ജോയ്ഫുൾ ടീച്ചിങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് മെത്തഡോളജി വേണമെങ്കിലും ഒരു ടീച്ചറിന് അഡാപ്റ്റ് ചെയ്യാം. ഏത് മെത്തഡോളജി അഡാപ്റ്റ് ചെയ്താലും നമ്മൾ അതിനകത്ത് ഇമോഷണൽ സെക്യൂരിറ്റി എന്നുള്ളൊരു ബേസ് കൊടുക്കുക. ഇമോഷണൽ സെക്യൂരിറ്റി എന്നുള്ള ബേസ് കൊടുക്കുമ്പോൾ നമുക്ക് ടീച്ചിങ് ജോയ്ഫുൾ ആകാൻ പറ്റും. നമ്മളൊരു ലുക്കൗട്ട് മാത്രമാണത്. അപ്പം നമുക്ക് ഇമോഷണൽ സെക്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ജോയ്ഫുൾ ടീച്ചിങ്ങിലോട്ട് വരികയാണ്. ജോയ്ഫുൾ ടീച്ചിങ് ഇപ്പം നമ്മൾ ഉദാഹരണം വെച്ചാൽ നമ്മൾ ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ 2ാം ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് നമ്മൾ സോളാർ സിസ്റ്റമാണ് പഠിപ്പിച്ചത്. സോളാർ സിസ്റ്റം പഠിപ്പിക്കാൻ നേരത്ത് നമ്മളൊരു സയൻസ് ടീച്ചറിൻ്റെ ഒരു മേൽനോട്ടത്തിലാണ് ഈ സെഷൻ നമ്മൾ ചെയ്തത്. അപ്പം കുട്ടികൾ ചെയ്തത് അവര് കോൾ പ്ലാനറ്റ്സ് കുറച്ച് സ്വെറ്റേഴ്സും ജാക്കറ്റും ഒക്കെ ഇടുകയും, ഹോട്ടായിട്ടുള്ള പ്ലാനറ്റ്സ് റെഡ് കളർ ഇടുകയും റിബൺ ഇടുകയും അങ്ങനെ ഹോട്ടാണെന്ന് റെപ്രസെന്റ് ചെയ്യും. അവരൊരു പ്ലാനറ്ററി ഫാഷൻ ഷോ ചെയ്തു. അതായത് അവര് ഒരു റാം വാക്ക് പോലെ ചെയ്തു. അതിനകത്ത് മൂണിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരാളുടെ അടുത്ത് വേറൊരു ആളെ നിർത്തി. അപ്പൊ അവരത് വളരെ ജോയ്ഫുൾ ആയിട്ട് ഇത് ലേൺ ചെയ്തു. മനസ്സിലായില്ലേ? അതിനാണ് നമ്മളിവിടെ ഈ ജോയ്ഫുൾ ടീച്ചിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ഏത് രീതിയിലും ആകാം. ആക്ടിവിറ്റി ബേസ്ഡോ, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങോ, മൂവ്മെന്റ് ബേസ്ഡ് ലേണിങ്ങോ, എൻക്വയറി ബേസ്ഡോ, ഒരു പ്രൊജക്റ്റ് ചെയ്ത് ഒരു ബിസിനസ് പ്ലാൻ എഴുതി, അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പല ഒരു ടീച്ചിങ് അപ്രോച്ചസ് ഉണ്ട്. ഏതിലും ചെയ്യാം. ഏതിൽ ചെയ്താലും ഒരു ടീച്ചർ അതിനകത്ത് ഒരു ജോയ്ഫുൾ ആയിട്ടാണോ ആ ലേണിംഗ് പ്രോസസ്സ് വരുന്നത് എന്ന് നോക്കുക. അപ്പൊ അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ബേസ് ആണ് ഇമോഷണൽ സെക്യൂരിറ്റി. ഇമോഷണൽ സെക്യൂരിറ്റി കുട്ടിക്ക് വരുമ്പോൾ തന്നെ നമ്മൾ അത്ര സ്ട്രെയിൻ എടുക്കേണ്ട, അല്ലാതെ തന്നെ അതൊരു ജോയ്ഫുൾ ലേണിംഗിന് അത് ടീച്ചറിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ മൊമെന്റ്, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചിങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് നിൽക്കുന്ന സമയം, ആ സമയത്താണ് നമ്മൾ എൻക്വയറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ആ സമയം ഒരു ടൈം ലിമിറ്റഡ് ആണത്. അതിനൊരു ടൈം വിൻഡോ ഉണ്ട്. ആ ടൈമിനകത്ത് ടീച്ചർ ഇൻട്രസ്റ്റിൽ നിന്ന് എൻക്വയറിയിലോട്ട് ഉള്ള ട്രാൻസിഷൻ ചെയ്യണം. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻട്രസ്റ്റ് ഫെയ്ഡ് ആകുകയും ടീച്ചറിന് അത് ചെയ്യാൻ പറ്റാതാവുകയും അവിടെ ക്രിട്ടിക്കൽ ഗ്യാപ്പ് സംഭവിക്കുകയും ചെയ്യും. ഓക്കെ, അത് ഞാനൊരു എക്സാമ്പിളിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇതേ കാര്യം കുട്ടികളിപ്പോൾ ഒരു പ്ലാനറ്ററി ഫാഷൻ ഷോയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവരുടെ അടുത്ത് നമ്മൾ നിങ്ങളുടെ ഡൗട്ട് എഴുതാൻ പറഞ്ഞു. എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് വന്ന ഡൗട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്ന് എഴുതാൻ പറഞ്ഞു. സാധാരണ ഒരു പേപ്പർ എടുത്ത് അതിനെ ഈ ഒരു തിയറി ടേം കോയിൻ ചെയ്തിരിക്കുന്നത് ക്യൂരിയോസിറ്റി ഷീറ്റ് എന്നാണ്. ക്യൂരിയോസിറ്റി ഷീറ്റ് നത്തിങ് ബിഗ്, സാധാരണ ഒരു പേപ്പർ അത്രേ ഉള്ളൂ. അതിനകത്ത് കുട്ടികളെ എഴുതണം ഇതൊക്കെ ചെയ്തപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ കൊച്ചു കുട്ടികൾ ആദ്യം എഴുതി എന്താണ് മൂൺ നമ്മുടെ എർത്തിൽ നിന്ന് എത്ര ദൂരമാണോ ഉള്ളത്, അല്ലെങ്കിൽ സണ്ണിൽ പോകാൻ എത്ര സമയം വേണം, ഇവിടെ നിന്ന് എത്ര പ്ലാനറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികൾ എഴുതിയത്. അപ്പം നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്തു. കുട്ടികൾ അവരുടെ എൻക്വയറിയാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ പറയുന്നത് ഇൻട്രസ്റ്റിൽ നിന്ന് എൻക്വയറി ആയിട്ടുള്ള ട്രാൻസിഷൻ ടീച്ചർ കൊണ്ടുവന്ന കാര്യമാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഹൈ ആണ്. അത് നമ്മൾ എഴുതിയതിനു ശേഷം ഇതേ ക്വസ്റ്റ്യൻസ് കുട്ടികളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു എന്താണ് ഇതിൻ്റെ കാര്യം, എന്താ തോന്നുന്നത്, എത്ര ദൂരമുണ്ട്, മൂൺ എത്ര വലുതായിരിക്കും, ഒരു എർത്തിനകത്ത് എത്ര മൂൺ ഇരിക്കും, ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് എല്ലാം അവർ കൊണ്ടുവന്നു കൊച്ചുകുട്ടികൾ. അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് ആൻസർ ചെയ്തതിന് ശേഷം ഇവർ കുറേ നേരം ഡിസ്കസ് ചെയ്തു, കുറേ നേരം അവർ തമാശ പറഞ്ഞു കളിച്ചു. എന്നാലും വീണ്ടും ഡിസ്കഷൻ നമ്മൾ അതൊരു ടീച്ചറിന്റെ സൂപ്പർവിഷനിലാണ്. അപ്പം നമ്മളത് നോക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, ചോദിച്ചിട്ട് വീണ്ടും അത് നമ്മൾ നല്ല ക്വസ്റ്റ്യനാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്കഷൻ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ അടുത്ത് നെക്സ്റ്റ് സെറ്റ് ഓഫ് ഡൗട്ട്സ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈ ഇൻട്രസ്റ്റ് ആയി നിന്നപ്പം നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റിൽ നിന്ന് എൻക്വയറിയിലോട്ട് ട്രാൻസിഷൻ ചെയ്യാൻ വേണ്ടി അവർക്ക് തന്നെ അവരുടെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ പ്രൊവോക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അപ്പോൾ ഇവിടെയാണ് ഒരു ഡീപ്പ് തിങ്കിങ്ങിൻ്റെ ഗേറ്റ് വേ ഓപ്പൺ ആവുന്നത്. അത് ഏത് ടീച്ചിങ് മെത്തഡോളജിയിൽ വന്നാലും നമുക്ക് കുട്ടികളെ കൊണ്ട് തന്നെ ഈ ക്യൂരിയോസിറ്റി ഷീറ്റിലോ എൻക്വയറി ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ
അവരുടെ തിങ്കിങ്ങിൻ്റെ ഡീപ്പ് തിങ്കിങ്ങിൻ്റെ ഗേറ്റ് വേ ഓപ്പൺ ചെയ്യണം. അപ്പം ഇവിടെ ഇത് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ കുട്ടി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാവരും ഞെട്ടിയ രീതിയിലാണ് അവർ എഴുതിയത്. കാരണം അവർ അതിനകത്ത് ഒരു കുട്ടി എഴുതിയിരുന്നത് നമ്മുടെ വെളിയിൽ സോളാർ സിസ്റ്റം ഉള്ളതുപോലെ നമ്മുടെ ശരീരത്തിനകത്തും മൈക്രോ ഓർഗാനിസംസ് നമ്മളെ ഒരു യൂണിവേഴ്സ് ആയിട്ട് കണ്ടിട്ട് അവർ ജീവിക്കുകയാണോ, അവർക്ക് സിവിലൈസേഷൻ ഉണ്ടോ, അവർ അകത്ത് ഭാഷകൾ സംസാരിക്കുന്നുണ്ടോ, അവിടെ അകത്ത് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ നമ്മൾ പോകണമെങ്കിൽ ചിന്തിക്കാത്ത രീതിയിലുള്ള തോട്ടാണ് അവർക്ക് പ്രൊവോക്ക് ആയത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ രണ്ട് സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടീച്ചറിന് ഇൻട്രസ്റ്റിന് ശേഷം ഹൈ ഇൻട്രസ്റ്റ് ആയപ്പം ഇത് ഗോൾഡൻ മൊമെന്റ് ആണെന്ന് മനസ്സിലാകുകയും അവിടെ ടീച്ചർ എൻക്വയറി ഡ്രൈവ് ചെയ്തു. അതായത് ഈ ക്യൂരിയോസിറ്റി ഷീറ്റ് കൊടുത്ത് ഡ്രൈവ് ചെയ്തു. അപ്പൊ ടീച്ചർ ഇവിടെ ചെയ്തത് രണ്ട് ടീച്ചർമാരാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഫസ്റ്റ് ടീച്ചർ ചെയ്ത് ഇമോഷണൽ സെക്യൂരിറ്റി കൊടുത്തു. കുട്ടികൾ നല്ല സെക്യൂർഡായി, അവർ ഹാപ്പിയായി, അവർക്ക് പോസിറ്റീവ് ഇമോഷൻ ടീച്ചർ ക്യാരി ചെയ്യുന്ന പോസിറ്റീവ് ഇമോഷൻ ആണെന്ന് മനസ്സിലായി. കുട്ടിയും പോസിറ്റീവ് ഇമോഷൻ ക്യാരി ചെയ്തു. അതുകൊണ്ട് ടീച്ചിങ് ഈസി ആയിട്ട് ടീച്ചറിന് ജോയ്ഫുൾ ടീച്ചിങ് കൊണ്ടുവരാൻ പറ്റി. കുട്ടികളുടെ ഇൻട്രസ്റ്റ് ഹൈ ആയി. ഇത് രണ്ട് ടീച്ചേഴ്സും ഒരേ കാര്യമാണ് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടീച്ചർ വന്നിട്ട് പ്ലാനറ്ററി റാം വാക്ക് ചെയ്യിപ്പിച്ചു. അവർ റാം വാക്ക് ചെയ്തു, വളരെ ഹാപ്പിയായി, ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്തു. ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ട് കുട്ടികൾ ബൈ പറഞ്ഞു പോയി. ഇതാണ് ഫസ്റ്റ് ടീച്ചർ ചെയ്ത സിനാരിയോ. ഇൻട്രസ്റ്റ് അപ്പോഴും ഹൈ ആണ്. പക്ഷെ ടീച്ചർ ഇൻട്രസ്റ്റിൽ നിന്ന് എൻക്വയറിയിലോട്ട് ഡ്രൈവ് ചെയ്തില്ല. അപ്പോഴത്തേക്ക് എന്ത് പറ്റി? ആ ഇൻട്രസ്റ്റ് ഹൈ ആയിട്ടുള്ളത് പതുക്കെ താഴോട്ട് ഫെയ്ഡായി വന്നു. അവിടാണ് ഈ ക്രിട്ടിക്കൽ ഗ്യാപ്പ് സംഭവിക്കുന്നത്. കാരണം കുട്ടിക്ക് പ്ലാനറ്ററി സിസ്റ്റത്തിനെ കുറിച്ചും സോളാർ സിസ്റ്റത്തിനെ കുറിച്ചും എല്ലാം വളരെ ഹൈ ഇൻട്രസ്റ്റ് നിന്നിട്ട് ബൈ പറഞ്ഞു, ഫോട്ടോ എടുത്ത് പോയി, വീട്ടിൽ ചെന്ന് ഉറങ്ങി. കുട്ടി വേറെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി, ഫാമിലി കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി. തിരിച്ച് കുട്ടിക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, അത് ഡിക്ലൈൻ ചെയ്തു വന്നു. അപ്പൊ ഈ തിയറി, ഗോൾഡൻ മൊമെന്റ് ടീച്ചിങ് തിയറി പറയുന്ന കാര്യവും ഈ പറയുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതൊരു ടൈം വിൻഡോ ആണ്. അതൊരു ചെറിയൊരു സമയത്താണ് നിൽക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ഇൻട്രസ്റ്റിൽ നിന്ന് എൻക്വയറി കൊണ്ടുവരാനുള്ളത്. അതൊരു ടീച്ചറിന്റെ കപ്പാസിറ്റിയാണ് അത് മനസ്സിലാക്കാനുള്ളത്, എപ്പോഴാണ് ആ ഒരു ഹൈ ഇൻട്രസ്റ്റിൽ വരുന്നതെന്ന്. സെക്കൻഡ് ടീച്ചർ വന്നിട്ട് ഇതേ കാര്യം, അതായത് പ്ലാനറ്ററി ഫാഷൻ ഷോയ്ക്ക് ശേഷം കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഹൈ ആണെന്ന് മനസ്സിലായപ്പം ക്യൂരിയോസിറ്റി ഷീറ്റ് കൊടുത്തു. നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു. ക്യൂരിയോസിറ്റി ഷീറ്റ് കൊടുത്തപ്പം കുട്ടികൾ അതിനകത്ത് അവർക്ക് എന്താണ് ഡൗട്ട് എന്നുള്ളത് എഴുതി. ഫസ്റ്റ് പ്ലേസിലുള്ള ഡൗട്ട് എന്താണെന്ന്. അതിനുശേഷം ഈ ഡൗട്ട് അവർ ഒരു പിയർ ഡിസ്കഷൻ ചെയ്തു. ഡിസ്കഷൻ ചെയ്ത് രണ്ടാമത് അവർ വീണ്ടും ഡൗട്ട് അവർ ജോട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞപ്പം നമ്മൾ ഒരു സാധാരണ രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ് അല്ല വന്നത്. അവരുടെ ഡീപ്പ് തിങ്കിങ്ങിലുള്ള ഗേറ്റ് വേ ഓപ്പൺ ആവുകയും വളരെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെ സംഭവിക്കുകയും അവരുടെ റിയൽ ഇന്റർണൽ ടീച്ചർ ആക്ടിവേറ്റ് ആവുകയും ചെയ്തു. അപ്പൊ ഇതാണ് ഈ ഗോൾഡൻ മൊമെന്റ് ടീച്ചിങ് തിയറിയുടെ ഫിലോസഫി. ഒരു ടീച്ചർ എങ്ങനെ ഒരു കുട്ടിയെ സെൽഫ് ഡ്രിവൺ ആയിട്ട്, ടീച്ചർ ഒരു സ്പൂൺ ഫീഡ് ചെയ്യാതെ കുട്ടിയെ കൊണ്ട് എങ്ങനെ തിങ്ക് ചെയ്യിപ്പിക്കാം. ഇവിടെ സംഭവിച്ചത് വിന്നിങ് ദ ഹാർട്ട്. ടീച്ചർ വിന്നിങ് ദ ഹാർട്ടിൽ നിന്ന് വിന്നിങ് ദ മൈൻഡിലോട്ട് വന്നു. കാരണം കുട്ടിയെ കൊണ്ട് ഇന്റേണൽ ടീച്ചറിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനും കുട്ടി തന്നെ ഇത്ര ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാനും ആ ഒരു ക്യൂരിയോസിറ്റി ഷീറ്റിൽ ടീച്ചറിന് ചെയ്യാൻ പറ്റി. അപ്പൊ അത് നമ്മൾ റിവേഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ടീച്ചറിന് ചെയ്യാൻ പറ്റി ക്യൂരിയോസിറ്റി ഷീറ്റിൽ? കാരണം ഇൻട്രസ്റ്റ് ഇവിടെ ഹൈ ആയി. എങ്ങനെ ഇൻട്രസ്റ്റ് ഹൈ ആയത്? ടീച്ചർ ജോയ്ഫുൾ ടീച്ചിങ് ചെയ്തു. എങ്ങനെ ടീച്ചറിന് ജോയ്ഫുൾ ടീച്ചിങ് ചെയ്യാൻ പറ്റി? ഇമോഷണൽ സെക്യൂരിറ്റി ടീച്ചർ കുട്ടികൾക്ക് കൊടുത്തു. അങ്ങനെ ഇമോഷണൽ സെക്യൂരിറ്റി നമ്മൾ വന്നു, ജോയ്ഫുൾ ടീച്ചിങ് ചെയ്യാൻ പറ്റി. ജോയ്ഫുൾ ടീച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് ഹൈ ആയപ്പോൾ അത് ഗോൾഡൻ മൊമെന്റ് ആണെന്ന് മനസ്സിലാക്കി ടീച്ചർ ആ സമയം ക്യൂരിയോസിറ്റി ഷീറ്റ് കൊടുത്തു. ഡൗട്ട് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിച്ചു, പിയർ ഡിസ്കഷൻ ചെയ്തു. ആ സമയത്ത് കുട്ടികളുടെ ഇൻട്രസ്റ്റ് എൻക്വയറിയിലോട്ട് മാറി. ഈ രണ്ട് സ്ഥലത്തും തന്നെ ടീച്ചർ കുട്ടിയുടെ ഹാർട്ട് വിൻ ചെയ്തു. എൻക്വയറിയിലോട്ട് കുട്ടി മാറിയപ്പം കുട്ടിയുടെ മൈൻഡ് വിൻ ചെയ്തു. ഈ ക്രിട്ടിക്കൽ ഗ്യാപ്പിനെ ടീച്ചർ ഇവിടുന്ന് ബൈപ്പാസ് ചെയ്തു. ഇതിന്റെ മുകളിലോട്ട് ചാടി കറക്റ്റ് ആയിട്ട് കുട്ടി. അതിനെ ട്രാൻസിഷൻ എന്ന് പറയും. ഇൻട്രസ്റ്റിൽ നിന്നാണ് എൻക്വയറിയിലോട്ട് ട്രാൻസിഷൻ ചെയ്യുന്നത്. ഇപ്പം താങ്കളുടെ മീഡിയയുടെ മേഖലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഏതൊക്കെയാണ് മാർക്കറ്റിൽ ടോപ്പ് ഓഫ് ദി ലൈൻ പ്രൊഡക്ട്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ എൻക്വയറി ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാറില്ല. ഓക്കെ, അതുപോലെ എന്നിൽ താങ്കൾ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ സാറും ഒരുപക്ഷെ സെർച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു പ്രോഗ്രാം പറയുന്നത്, ഇമോഷണൽ സെക്യൂരിറ്റി എന്ന്. വീണ്ടും ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറയാം. ജോയ്ഫുൾ ടീച്ചിങ് സെൽഫ് ഡ്രിവൺ ആയിട്ട് കുട്ടി എൻക്വയറി ചെയ്തു. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് ക്ലാസ്സിലെ കുട്ടികളിൽ ഒരു കുട്ടി ടാറ്റ പറഞ്ഞു, എൻക്വയറി ഒന്നും ചെയ്തില്ല, ക്രിട്ടിക്കൽ ഗ്യാപ്പിൽ വീണു. ആ കുട്ടി വീട്ടിൽ ചെന്നു, അമ്മയച്ഛനെ കണ്ടു അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കണ്ടു, കുറച്ചു നേരം ഇന്റർനെറ്റിൽ സ്പെൻഡ് ചെയ്തു,
പിന്നെ ഉറങ്ങി, കഴിച്ചു, അയാളുടെ ഇൻട്രസ്റ്റ് മൊത്തം ഫെയ്ഡായി. അത് ഈ ഇൻട്രസ്റ്റ് ഒരു ടൈം വിൻഡോ ഉണ്ട്, അത് ഫെയ്ഡായി. അതേസമയം ഇപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടിക്ക് ക്യൂരിയോസിറ്റി ഷീറ്റ് കൊടുത്തു, ഇൻട്രസ്റ്റിൽ നിന്ന് എൻക്വയറി കൊണ്ടുവന്നു, കുട്ടിക്ക് ആ എൻക്വയറി മൈൻഡിൽ നിന്നു, ഡീപ്പ് തിങ്കിങ് ആക്ടിവേറ്റ് ആയി, ഡീപ്പ് തിങ്കിങ്ങിന്റെ ഗേറ്റ് വേ ഓപ്പൺ ആയി. വീട്ടിൽ ചെന്നാലും അയാൾ സെൽഫ് ഡ്രിവൺ ആയിട്ട് ചെക്ക് ചെയ്ത് ഒരുപക്ഷെ ടീച്ചറിനുള്ള തിങ്കിങ്ങിനെ കാട്ടി അല്ലെങ്കിൽ ടീച്ചറിനുള്ള ഒരു ഇതിനെക്കുറിച്ച് ഉള്ള അവയർനെസ്സിനെ കാട്ടി കൂടുതൽ അവയർനെസ്സിനകത്ത് ഈ കുട്ടി വരികയും ക്ലാസ് റൂമിൻ്റെയും ടീച്ചറിൻ്റെയും ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബിയോണ്ട് ആയിട്ട് കുട്ടിക്ക് തിങ്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഈ ഗോൾഡൻ മൊമെന്റ് ടീച്ചിങ് തിയറി. ഇവിടെ ടീച്ചർ മനസ്സിലാക്കാനുള്ളത് ഗോൾഡൻ മൊമെന്റ് എന്നുള്ളൊരു കാര്യം ടീച്ചിങ്ങിലുണ്ടെന്നും അതെങ്ങനെ മനസ്സിലാകുമെന്നും ആ സമയം എങ്ങനെ ഇൻട്രസ്റ്റിൽ നിന്ന് എൻക്വയറിയിലോട്ടുള്ള ട്രാൻസിഷൻ ചെയ്യാവുന്നതാണ്. ഇത് ഈ തിയറി ബിലീവ് ചെയ്യുന്നതാണ്, ഇതാണ് ഫൈനൽ എന്ന് നമ്മൾ ഒരിക്കലും ബിലീവ് ചെയ്യുന്നില്ല. ഇത് എ വേ ഓഫ് ഡൂയിങ്. ഇപ്പൊ താങ്കൾക്ക് ഒരുപാട് ഇൻസ്ട്രുമെന്റും ഉണ്ട്, ഒരുപാട് എക്യുപ്മെന്റും ഉണ്ട്, ഒരു പ്രോഗ്രാം താങ്കൾക്ക് കവർ ചെയ്യാം. അതുപോലെ ഒരുപാട് ടീച്ചിങ് മെത്തഡോളജിയിൽ കൂടെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് ഈ ഒരു തിയറി ബിലീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ സർ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഗോൾഡൻ മൂവ്മെന്റ് ടീച്ചിങ് തിയറി വളരെ ലേമൻസ് ലാംഗ്വേജിൽ വളരെ ഈസി ആയിട്ട് സാർ നമുക്ക് ക്രാക്ക് ചെയ്ത് തന്നു. അപ്പോൾ സാർ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സാറിന് എന്തെങ്കിലും ഇതിൽ ആഡ് ഓൺ ചെയ്യാനായിട്ടോ എന്തെങ്കിലും ടീച്ചേഴ്സിനോട് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതൊരിക്കലും ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അല്ല, ഇതൊരു ഡിസ്കഷനും ഡിബേറ്റിനും ഒരു ഫർദർ തിങ്കിങ്ങിന് വേണ്ടിയുള്ള ഒരു ടൂൾ മാത്രമാണ്. അപ്പം ഇങ്ങനെ മാത്രമേ ചെയ്യാവൂ, ഇത് മാത്രമാണ് ശരി എന്നുള്ളതല്ല. ഇതൊരു ഡിസ്കഷന് വേണ്ടി ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ പുറത്ത് നമുക്ക് ഡിസ്കഷൻസ് ആവാം, ഇതിനെക്കാട്ടി മനോഹരമായിട്ട് ആൾക്കാർക്ക് ആഡ് ചെയ്യാൻ കാണും, ഇതിന്റെ പോരായ്മകൾ ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ കാണും. അപ്പൊ ഇതുപോലെ ഒരു ഡിസ്കഷനും ഡിബേറ്റും എഫക്റ്റീവ് ടീച്ചിങ്ങിനെ കുറിച്ച് ഉണ്ടാവട്ടെ എന്ന് ഞാൻ സിൻസിയർ ആയിട്ട് വിചാരിക്കുന്നു. ഓക്കെ സർ, താങ്ക് യു.